കർണൂരിലെ പള്ളിയിൽ നിന്നിങ്ങനെ പടിയും കുത്തിയിട്ട് ഇങ്ങനെ വരുമ്പോ ഉമ്മ മക്കളോട് പറയുന്നത് ആ വരുന്ന് ചോറെടുത്ത് വെച്ചേ, ഇതാ വരുന്ന് ചോറെടുത്ത് വെച്ചേ. ഉമ്മ മക്കളോട് പറയാണ്. അധിക വീട്ടിലുള്ളൊരു സങ്കടം എന്താണെന്നറിയോ? ചെറുപ്പകാലത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഉമ്മയും ബാപ്പയും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പഴയ കാലല്ലേ, ചിലപ്പോ ഉമ്മാക്ക് എന്തെങ്കിലും വായിൽ എന്തെങ്കിലും മോശം കൊണ്ട് ഉപ്പാന് ചിലപ്പോ തല്ലെല്ലാം കൊണ്ടിട്ടുണ്ടാവാം. ചിലപ്പോ ഒരടിയെല്ലാം ചിലപ്പോ കൊണ്ടിട്ടുണ്ടാവാം. അതെല്ലാം ഈ വലുതായാലും മക്കളോട് പറയും, എന്റെ ഉപ്പ ഇപ്പോലെ പാവായിട്ടിരിക്കുന്നു, പണ്ട് ഭയങ്കര അടിയനും, എന്റെ മൂക്കൊന്നും ഭയങ്കര ചോരെല്ലാം വന്ന് പല്ലെല്ലാം വേറെ വെച്ചതാ, എല്ലാം മക്കളോട് പറയും. ഈ മക്കളെന്ത് ഇതെല്ലാം കേട്ടിട്ടല്ല ഉപ്പ കാണിച്ചു കൊടുക്കാന്നുള്ളതൊക്കെ മക്കളും ഉമ്മയും മക്കളും പൊരയിൽ ഒരു മുന്നണിയാ. അധിക വീട്ടിലും ഉമ്മയും മക്കളും ഒരു മുന്നണിയാണ്. ബാപ്പ വീട്ടിൽ നിന്ന് വെളിയിലാണ്, ബാപ്പക്ക് പൊരയിൽ ഒരു സമാധാനമില്ല. ഞാൻ ഒന്നുകൂടി പറയാം, പല സ്ഥലത്തും ഞാൻ വാതിന് പോയാല് നമ്മൾ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഉപ്പയമ്മൽ ഹയാത്തിലുണ്ടോ? ഞാൻ പിരിവെടുക്കുമ്പോൾ അധികം ചോദിക്കും, നിങ്ങളെ ഉപ്പയമ്മൽ ഹയാത്തിലുണ്ടോ? അധികവും വരുന്ന മറുപടി എന്താ അറിയോ? ഉപ്പ മരിച്ച ഉസ്താദെ ഉമ്മ ഹയാത്തിലുണ്ട്. നമ്മളെ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ ഉമ്മന്റെ കൈ ഉമ്മന്റെ അടുത്ത് എത്തിയാൽ ഉമ്മന്റെ കൈ കൊണ്ട് തലയിൽ വെക്കാതെ മന്ത്രിക്കാതെ ഞാൻ പുറത്തിറങ്ങൂല. എന്റെ ഉമ്മ എനിക്ക് ജീവനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഉമ്മാക്കും മാപ്പാക്കും നമുക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഉമ്മ വിരോധിയായിട്ട് പറയല്ല. അധിക വീട്ടിലും ബാപ്പ ഖബറിലും ഉമ്മ വീട്ടിലുണ്ടാവും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയത്? എന്തുകൊണ്ടാണ് ഭർത്താവ് പെട്ടെന്ന് തീർന്നുപോയത്? എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷ എടുക്കുന്നവൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബസ് ഓടിക്കുന്ന ഡ്രൈവർ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോ, പള്ളിയിൽ നിന്ന് ഉറങ്ങുമ്പോ ആണുങ്ങൾ പെട്ടെന്ന് തീർന്നു പോകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഉപ്പമാര് പെട്ടെന്ന് അടിച്ചു പോകാൻ കാരണം എന്താ? ആരോഗ്യ ആണുങ്ങൾക്കല്ലേ കൂടുതലുള്ളത്, അവരല്ലേ കൂടുതൽ പണിയെടുക്കുന്നത്. എന്നിട്ടും എന്തേ പുരുഷന്മാര് പെട്ടെന്ന് തീർന്നു പോയത്? എനിക്ക് മനസ്സിലായ ഒരു കാരണം ഞാൻ പറയാം. ഓ സഹോദരങ്ങളെ, വീട്ടിലതാ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യ പറയാണ്, അപ്പുറത്തെ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, 19 വയസ്സ് 20 വയസ്സ് നമ്മളെ മകൾക്കായില്ലേ, അതുകൊണ്ട് നമ്മൾ കല്യാണം തെരഞ്ഞെടുക്കണ്ടേ, പുതിയാപ്പിള്ള നോക്കണ്ടേ എന്ന് പറയാൻ. ഭാര്യനോട് ഭർത്താവ് പറയാണ്, അല്ല ഭർത്താവിനോട് ഭാര്യ പറയാണ്, ഉപ്പാനോട് ഉമ്മ പറയാണ്, മകൾക്ക് പുതിയാപ്പിൾ നോക്കണ്ടേ, നമ്മളെ പൊരലൊന്ന് ശരിയാക്കണ്ടേ. മൂപ്പരാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ബേജാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്. അപ്പോ പെണ്ണുങ്ങളോട് ഭർത്താവ് പറഞ്ഞു, അവരെല്ലാം നല്ല സമ്പത്തെല്ലാം ഉള്ള ആളല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം.